+1 കെമിസ്ട്രിയിൽ 2009 മാർച്ച് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൗ വിൽ യു പ്രിപ്പയർ ഈത്തൈൻ ബൈ കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ ഹൈഡ്രോ കാർബൺസിലെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന്, ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് വഴി ഈത്തൈൻ എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഓർ പൊട്ടാസ്യം അസറ്റേറ്റ്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അസറ്റേറ്റിൻ്റെ അക്വസ് സൊല്യൂഷനെ, അതായത് വെള്ളത്തിൽ ലയിപ്പിച്ച സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തി നമുക്ക് ഈത്തൈൻ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സോഡിയം ഓർ പൊട്ടാസ്യം അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റിക് ആസിഡിൻ്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടുകളാണ്. അപ്പോൾ ഏതെങ്കിലും കാർബോക്സിലിക് ആസിഡിൻ്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടുകളുടെ ഇലക്ട്രോളിസിസ് നടത്തിയാണ്, അക്വസ് സൊല്യൂഷനാക്കിയിട്ട് ഇലക്ട്രോളിസിസ് നടത്തിയാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ ഈത്തൈൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആൽക്കെയിൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം ഓർ പൊട്ടാസ്യം അസറ്റേറ്റിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ഈത്തൈൻ കിട്ടും. ഇതുപോലെ നമുക്ക് ഹയർ കാർബോക്സിലിക് ആസിഡുകളുടെ സോൾട്ടുകളെ ഇലക്ട്രോളിസിസ് നടത്തി ഹയർ ആൽക്കെയിൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഇക്വേഷൻ നോക്കിക്കേ, CH3COON, ഇതാണ് സോഡിയം അസറ്റേറ്റ്, അസറ്റിക് ആസിഡ്. CH3COOH എന്നായിരുന്നെങ്കിൽ അസറ്റിക് ആസിഡ്, എച്ച് മാറിയിട്ട് അവിടെ എന്നെ വന്നപ്പോൾ സോഡിയം അസറ്റേറ്റ്. അപ്പോൾ ഇതിലെ ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രം നോക്കുക, COON എന്നുള്ള പാർട്ട് നോക്കുക, അത് ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രം നോക്കുക. എത്ര കാർബണുണ്ട്? CH3 എന്ന് മാത്രമേ ഉള്ളൂ, ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ ഒരു കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് ആ കാർബോക്സിലിക് ആസിഡിൽ ഉള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 കാർബണുള്ള ആൽക്കൈനായിരിക്കും. അപ്പോൾ ഈത്തൈൻ എന്ന് പറഞ്ഞാൽ 2 കാർബണുള്ള ആൽക്കൈനാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആൽക്കൈൽ ഗ്രൂപ്പിൽ ഒരു കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് എടുക്കണം. അതേതാണ്? അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ്. അങ്ങനെ വേണം നമ്മൾ പ്രോഡക്റ്റ് എഴുതാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. സെപ്റ്റംബർ 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പ്രൊപ്പനോയിക് ആസിഡാണ്. 3 കാർബണുള്ള ആസിഡ് എന്ന് പറയുമ്പോൾ പ്രൊപ്പനോയിക് ആസിഡ്. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ അതിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രം നോക്കുക, COOK ഒഴിവാക്കിയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രം നോക്കുക. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പോൾ അതിൻ്റെ ഇരട്ടി എത്രയാണ്? 4 കാർബൺ. അപ്പോൾ 4 കാർബണുള്ള ആൽക്കൈൻ ഏതാണ്? ബ്യൂട്ടൈൻ. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടൈനാണ്. അപ്പോൾ നമ്മൾ കോൾബ്സ് ഇലക്ട്രോളിസിസ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ പ്രോഡക്റ്റ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? COOK അല്ലെങ്കിൽ COON ഒഴിവാക്കിയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രം നോക്കുക. അതിലെത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഇരട്ടി കാർബണുള്ള ആൽക്കൈനായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡിൻ്റെ പ്രോഡക്റ്റ് അറിയാനുള്ള ട്രിക്ക്. ഓക്കെ.